നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിലെ മൂന്നാമത്തെ സെക്ഷനിലാണ് ഡൈമെൻഷനിങ് എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡൈമെൻഷനിങ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന വിഷയമാണ്. അതിലെ ഒന്നാമത്തെ രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡൈമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാനോ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് അടുത്തറിയാനും വേണ്ടിയിട്ട് ഡൈമെൻഷനിങ് എന്ന് പറയുന്ന കാര്യം അനിവാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് എന്താണ് ഡൈമെൻഷനിങ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ദ പ്രോസസ് ഓഫ് incorporating numerical values and other details required by using lines, symbols and notes on a drawing is called dimensioning. അതായത് നമ്മൾ ലൈൻസും അതുപോലെ സിമ്പലുകളും അതുപോലെ ന്യൂമറിക്കൽ വാല്യൂസും കൊണ്ട് നമ്മൾ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈമെൻഷനിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഇത്ര ഹൈറ്റോ അല്ലെങ്കിൽ ഇത്ര നീളത്തിലോ ഇത്ര വീതിയിലോ ഉള്ള ഒരു ചതുരമോ അല്ലെങ്കിൽ ഒരു ത്രികോണമോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എത്രയാണ്. നമുക്കൊരു സ്കെയിലോ ഒന്നും നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അതിനെ ഒരു ലൈൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ ഇത്ര MM ആണ് അല്ലെങ്കിൽ ഇത്ര CM ആണ് എന്ന് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈമെൻഷനിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഫിഗറിലേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ സൈഡും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും എത്ര നമുക്ക് എന്തുണ്ട്, വലുപ്പം ഉണ്ട്, അല്ലെങ്കിൽ എത്ര അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഡൈമെൻഷനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ ഡൈമെൻഷനിങ്ങിനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ഫങ്ഷണൽ ഡൈമെൻഷൻ, അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ ഡൈമെൻഷൻ, അതുപോലെ തന്നെ ഓക്സിലറി ഡൈമെൻഷൻ എന്ന് പറഞ്ഞ് 3 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡൈമെൻഷൻ എന്ന് പറയുന്നതാണ്. ഫങ്ഷണൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡൈമെൻഷനുകൾ, അതായത് നമുക്കൊരു ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ അത് അത്യാവശ്യമാണ് എന്നുള്ള ഡൈമെൻഷനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫിഗറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് കൂടിയേ തീരൂ, ഫങ്ഷണൽ ഡൈമെൻഷന് കൂടിയേ തീരൂ. അതുപോലെ തന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് നോൺ ഫങ്ഷണൽ ഡൈമെൻഷനാണ്. നോൺ ഫങ്ഷണൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ അല്ല, അതായത് അതിനെക്കുറിച്ച് എന്തല്ല, ഫങ്ഷണൽ ഡൈമെൻഷനിങ്ങിൻ്റെ പോലെ എസെൻഷ്യൽ അല്ല. പക്ഷേ ഇത് പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ, അതായത് ആ ഫിഗറിൻ്റെ പ്രൊഡക്ഷനെ അതുപോലെ തന്നെ ഇൻസ്പെക്ഷനെയും ഡിനോട്ട് ചെയ്യുന്ന എന്തിനാണ്, ഡൈമെൻഷനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഫങ്ഷണൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് ഓക്സിലറി ഡൈമെൻഷൻ എന്നാണ്. അതായത് ഓക്സിലറി ഡൈമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിഗറിൽ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന ഇൻഫർമേഷൻ അത്യാവശ്യമാണെങ്കിൽ അതും ഇതുപോലെ നോൺ ഫങ്ഷണൽ പോലെ അത്ര എസെൻഷ്യൽ അല്ല, നമുക്ക് അത്യാവശ്യമല്ല, എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫിഗറിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൈമെൻഷനിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഓക്സിലറി ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ഡൈമെൻഷനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് ഡൈമെൻഷനിങ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡൈമെൻഷനിങ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈമെൻഷനിങ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാൽ നമുക്കതിൻ്റെ ഒരു ഫിഗറോ അല്ലെങ്കിൽ ഒരു ഇതോ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്, ഏതൊക്കെയാണ് അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെ നമുക്ക് കറക്റ്റായിട്ട് 6 പാർട്ടായിട്ട് തരംതിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പ്രൊജക്ഷൻ ലൈന്, രണ്ടാമത്തത് ഡയമെൻഷൻ ലൈന്,
മൂന്നാമത്തത് ലീഡർ ലൈന്, അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ, പിന്നെ ഒറിജിൻ ഇൻഡിക്കേഷൻ ആൻഡ് ഡയമെൻഷൻ. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോ എലമെൻസ് ആണ്. ഈ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയമെൻഷനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒരു എലമെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫിഗറിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഒന്നാമത്തെ ഫിഗറിലാവുമ്പോൾ നമുക്ക് നോക്കാം. ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെയാണ് ആ ഫിഗറിലുള്ളത് എന്നുള്ളതൊക്കെ കാണാൻ കഴിയും. നമുക്കൊരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് പറയുമ്പോൾ ലീഡർ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലീഡർ ലൈൻ എന്ന് പറയുന്നത് എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇതാണ് നമ്മുടെ ബേസിക് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ലൈന് ഫിഗർ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ പ്രൊജക്ഷൻ ലൈന് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ആരോ ഹെഡ് വെച്ച് കാണിച്ചിരിക്കുന്നതാണ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വാല്യൂ ഇതാണ്. അതുപോലെ തന്നെ ടെർമിനേഷൻ ഓഫ് ആരോ ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒറിജിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഓരോ ലൈൻസിന് ഒറിജിനൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നത്. ഇവിടെ ഒരു ഡോട്ടാണ് കാണിച്ചിട്ടുള്ളത്, അത് ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിർത്തുന്നത്, എങ്ങനെയാണ് ഒരു ഇത് നിർത്തുന്നത് എന്നുള്ളതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലൈന് പ്രൊജക്ഷൻ ലൈൻ എന്താണ്, എങ്ങനെയാണ് പ്രൊജക്ഷൻ ലൈൻ എന്നുള്ളതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോന്നിനെയും നമുക്ക് എന്താക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് പ്രൊജക്ഷൻ ലൈനാണ്. പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ദീസ് ലൈൻസ് ആർ കണ്ടിന്യൂസ് തിൻ ലൈൻ. It should be extended slightly beyond the respective dimension line. It is perpendicular to the future being dimension. Intersection of projection and dimension line avoid as far as possible. അതായത് നമ്മൾ ഒരു പ്രൊജക്ഷൻ ലൈനിനെ പറയുന്നത്, അതായത് ഒരു 4 പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലൈൻസിനെ കുറിച്ച്. കണ്ടിന്യൂസ് തിക്ക് ലൈനും ഉണ്ട്, കണ്ടിന്യൂസ് തിൻ ലൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈനും അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈനിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിലാണ്, തിൻ ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ബ്രേക്കും വരാതെ കണ്ടിന്യൂസ് തിൻ ലൈനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊജക്ഷൻ ലൈന് വരയ്ക്കുന്നത്. അത് ഇറ്റ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് സ്ലൈറ്റ്ലി ബിയോണ്ട് ദ റെസ്പെക്റ്റീവ് ഡയമെൻഷൻ ലൈൻ. അതായത് ജസ്റ്റ് ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് താഴെ വരെ, അതായത് ഫിഗറിൽ നിന്നും ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് അതുപോലെ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ ചെയ്യുന്നതിന് ഡയമെൻഷൻ ലൈനിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഡയമെൻഷൻ പ്രൊജക്ഷൻ ലൈനിനെ വരച്ചിട്ടുണ്ടാവും. അതായത് പ്രൊജക്റ്റ് ചെയ്യുകയാണ് നമ്മൾ. അതായത് നമ്മൾ ഫിഗറിൽ നിന്നും ഡയമെൻഷൻ ലൈൻ വരെ ആ നമ്മളെ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പം നേരെ ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴേക്ക് വരിക ചെയ്യുക. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അതായത് ഈ ലൈന് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, കറക്റ്റായിട്ട് കണ്ടോ, ഈ ഫിഗറിൽ നിന്നും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫിഗറിൽ നിന്നും ഇതാണ് നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഈ ലൈനാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലൈനിനെ നേരെ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം, താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും എന്ത് ചെയ്യണം, നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അത് സ്ലൈറ്റ്ലി ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് തൊട്ട് താഴെ വരെ എന്ത് ചെയ്യാൻ, നമുക്ക് അതിനെന്ത് ചെയ്യാണ്, നമ്മൾ താഴേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂസ് തിൻ ലൈനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈനും ഡയമെൻഷൻ ലൈനും ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, ഇൻ്റർസെക്ഷൻ ചെയ്യാതിരിക്കാൻ പരമാവധി നമ്മൾ എന്ത് ചെയ്യാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തത് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈൻസ് ആണ്.
ഡയമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തിൻ ലൈൻ തന്നെയാണ്. ഡയമെൻഷൻ ലൈനും എന്താണ്? കണ്ടിന്യൂസ് തിൻ ലൈൻ തന്നെയാണ്. ആസ് ഫാർ ആസ് പോസിബിൾ ഡയമെൻഷൻ ലൈൻ ഡു നോട്ട് അക്രോസ് അതർ ലൈൻസ്. സെൻട്രൽ ലൈൻ ഓർ ഔട്ടർ ലൈൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈൻ ആർ അൺബ്രോക്കൺ ഓൾ ടൈംസ്. അതായത് നമ്മൾ പ്രൊജക്ഷൻ ലൈൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ലൈനാണ്. അതുപോലെ തന്നെ നമ്മൾ ആസ് ഫാർ ആസ് പോസിബിൾ എത്ര നോക്കാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡയമെൻഷൻ ലൈനും ബാക്കിയുള്ള ലൈൻസും തമ്മിൽ ക്രോസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 2 ഡയമെൻഷനിങ് നടത്തുമ്പോഴും എങ്ങനെയായാലും വേറുള്ള ലൈൻസുമായിട്ട് ഒരിക്കലും ഡയമെൻഷൻ ലൈന് ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാര്യം. അതായത് ഫിഗർ കുറച്ച് വലുതാണ്, നമുക്ക് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരമാവധി അടിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, വേറൊരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിങ്ങുമായിട്ടോ വേറൊരു ലൈനുമായിട്ടോ ഇൻ്റർസെക്റ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു ഡയമെൻഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡയമെൻഷൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഡയമെൻഷൻ ചെയ്യുക. വലിയ ഡയമെൻഷൻ ആദ്യം ചെയ്തിട്ട് ചെറിയ ഡയമെൻഷൻ അതിൻ്റെ താഴെ ചെയ്യാൻ പോയാൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്? രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ഡയമെൻഷൻ ആദ്യം ചെയ്തിട്ട് രണ്ടാമത്തെ ഡയമെൻഷൻ കുറച്ചും കൂടി താഴ്ത്തി നമുക്ക് ഒരു ഇൻ്റർസെക്ഷൻ വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ. സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ഔട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു ഫിഗറിൻ്റെ ഔട്ട് ലൈനോ അല്ലെങ്കിൽ ഒരു ഫിഗറിൻ്റെ സെൻട്രൽ ലൈനോ ഒരിക്കലും എന്തായിട്ട് യൂസ് ചെയ്യരുത്? ഡയമെൻഷൻ ലൈനായിട്ട് യൂസ് ചെയ്യരുത്. ഓക്കെ. അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ട് വരയ്ക്കരുത്? അൺബ്രോക്കൺ ആണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? ബ്രേക്ക് ചെയ്ത് വരയ്ക്കരുത്. കണ്ടിന്യൂസ് തിൻ ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? അൺബ്രോക്കൺ ആയിരിക്കും ഫുൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലീഡർ ലൈൻസ് ആണ്. കോമൺ ലീഡർ ലൈൻസ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അവോയ്ഡ് കോമൺ ലീഡർ ലൈൻസ്. അതുപോലെ തന്നെ ലീഡർ ലൈൻസ് ഡ്രോൺ പാരൽ ടു പ്രൊജക്ഷൻ ഓർ ഡയമെൻഷൻ ലൈൻ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ലീഡർ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കാര്യത്തിനെ റെപ്രസെൻ്റ് അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീഡർ ലൈൻസ് കാണിക്കുന്നത്. അപ്പോൾ ആ ലീഡർ ലൈൻസിനെ നമ്മൾ എന്താണ് അത് പാരലായിട്ട് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഒന്നുകിൽ പ്രൊജക്ഷൻ ലൈനുമായിട്ടോ അല്ലെങ്കിൽ ഡയമെൻഷനിങ് ലൈനുമായിട്ടോ നമ്മൾ ആ ലീഡർ ലൈനിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംശയം വരാനുള്ള ഡൗട്ട് വരാനുള്ള സാധ്യത, ഇത് ഡയമെൻഷൻ ലൈൻ ആണോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ ആണോ അല്ലെങ്കിൽ ലീഡർ ലൈൻ ആണോ? ഈ 3 ലൈനുകളും തമ്മിൽ ഒന്ന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒന്ന് പാരലലായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ രണ്ടും തമ്മിൽ നമുക്ക് ഒരിക്കലും മാറില്ല. ഡയമെൻഷൻ ലൈനും അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈനും നമുക്ക് ഒരിക്കലും മാറില്ല. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നുപോലെ നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ലീഡർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലീഡർ ലൈൻ ഒരിക്കലും ഡയമെൻഷൻ ലൈനോ പ്രൊജക്ഷൻ ലൈനോ പാരലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വരയ്ക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് എന്നത് ഡയമെൻഷൻ ലൈൻ ടെർമിനേഷനാണ്. ഡയമെൻഷൻ ലൈനിൻ്റെ ടെർമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരോ ഹെഡുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ആരോ വരച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ ലൈനിൻ്റെ ടെർമിനേഷൻ നമ്മൾ ആ ഫസ്റ്റ് ഫിഗർ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് 2 പ്രൊജക്ഷൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും നമുക്ക് ഓരോ ആരോ കൊടുത്തിട്ടാണ് അതിനെ നിർത്തുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ടെർമിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എയിൽ ആരോ ഹെഡ് ഉപയോഗിച്ചിട്ട് 2 രീതിയിലും നമുക്ക് ചെയ്യാം. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഈ ഒന്നാമത്തെ ആരോ ഹെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആരോ ഹെഡാണ്. ഈ ആരോ ഹെഡിൻ്റെ നമ്മൾ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അതായത് നമ്മൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 mm എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 mm ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? 1:3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ വേണം നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പോൾ 2 വരയ്ക്കുന്നത് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 mm ആണെങ്കിൽ 6 mm എന്ത് ചെയ്യേണ്ടി വരും? ഹൈറ്റ് ലെങ്ത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരോ ഹെഡ് വരയ്ക്കുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഒന്നാമത്തെ ആരോ ഹെഡ് തന്നെ എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്ത് പോവുക. ഒന്നാമത്തെ ആരോ ഹെഡ് തന്നെ. ബി നമുക്ക് വേണ്ട. എയിൽ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിലുള്ളതുമല്ല, നമ്മൾ ഒന്നാമത്തെ ആരോ ഹെഡ് തന്നെയാണ് ഉപയോഗിച്ച് പോകുന്നത്. അത് ഇതുപോലെ 1:3 എന്നുള്ള റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യുക? വരയ്ക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ. ഇൻ എ ഡ്രോയിങ് ഓൺലി 1 സ്റ്റൈൽ ഓഫ് ആരോ ഹെഡ് ടെർമിനേഷൻ ഈസ് യൂസ്ഡ്.
അതായത് ഈ 3 നമുക്ക് വരയ്ക്കാം. പക്ഷെ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം, ഒരു ഫിഗറിൽ ഒന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഫിഗറും നമ്മൾ എന്താണ് ഒന്നാമത്തെ ആരോ ഹെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് സ്പേസ് ഈസ് അവൈലബിൾ ആരോ ഹെഡ് ഷുഡ് ബി ഇൻ ദ ലിമിറ്റ്സ് ഓഫ് ഡയമെൻഷൻ ലൈൻ. അതുപോലെ ഇഫ് സ്പേസ് നോട്ട് അവൈലബിൾ ആരോ ഹെഡ് ഷുഡ് ബി യൂസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. അതായത് നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡയമെൻഷൻ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആരോ ഹെഡ് കൊടുക്കാം. പക്ഷെ ഇത്ര പോകുന്നൊരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 1 ആവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ 1ൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട് സൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കാം. ഓക്കെ, ലിമിറ്റ്സിൻ്റെ ഔട്ട് അതാണ് നമ്മളോട് പറയുന്നത്. ഒന്നുകിൽ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം, വലിയ ഏരിയ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി സ്പേസ് ഉണ്ടെങ്കിൽ എവിടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഉള്ളിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ ലിമിറ്റ്സിൻ്റെ പുറത്തും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒറിജിനും ടെർമിനേഷനും ഡയമെൻഷനിങ്ങും എന്ന് പറഞ്ഞത്. ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മളൊരു സ്മോൾ ഡോട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഡോട്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ഒറിജിനിൽ നിന്ന്. അപ്പോൾ ചെയിൻ ഡയമെൻഷനിങ് ഓരോ ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് ഉണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ചെയിൻ ഡയമെൻഷനിങ് പോലെയുണ്ട്. അപ്പോൾ അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ഇത് ഇത്ര 5 ആണെങ്കിൽ ഇത് 8, ഇത് 2 എന്നുള്ള രീതിയിൽ ആ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതെല്ലാ ഡയമെൻഷനുകളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, എലമെൻറ്റ്സ്. അതായത് ഡയമെൻഷനിങ് ചെയ്യേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ്. ഇനി എങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് ചെയ്യാം, അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നതാണ് ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ഫിഗർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് തിക്ക് ലൈനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിഗർ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ചെയിനായിട്ട് ഇങ്ങനെ പോവാണ്. അതായത് ആദ്യം 5, അത് എന്താന്ന് പറഞ്ഞാൽ ഒരേ ലെങ്ത്ത്, ഫിഗറിൻ്റെ ഒരേ ലെങ്ത്തിൽ ചെയിനായിട്ട് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടാൽ തന്നെ ഇത് എന്ത് ചെയ്യും, മനസ്സിലാവും അല്ലേ. ഓരോ ടൈപ്പ് 5 ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഇതാ ഇവിടെ 5 എന്ന് പറയുന്ന ഡയമെൻഷനിങ് ഉണ്ട്. ഇതിലെന്താണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, എന്താണ് ഔട്ട് സൈഡ് ആണ്. അതുപോലെ 20 എന്ന് പറയുന്നത് സ്പേസിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് 20 അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റും. 5 എന്ന് പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, നേരെ ഡയറക്റ്റ് സെൻട്രലായിട്ട് എന്തിൻ്റെ മുകളിൽ, ഡയമെൻഷനിങ് ലൈനിൻ്റെ തൊട്ട് മുകളിൽ സെൻട്രലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡയമെൻഷനിങ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതിങ്ങനെ ചെയിനായിട്ട് എന്ത് ചെയ്തു പോവാണ്. അത് ഓരോന്നും ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആരോ ഹെഡ് ഉപയോഗിച്ചിട്ട് 20 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 5 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ടാണ്, 25 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ടാണ്, 15 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഓരോ ഡയമെൻഷനിങ്ങും ടെർമിനേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് എന്തിൽ, ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നതിൽ. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് പാരലൽ ഡയമെൻഷനിങ് ആണ്. ചെയിൻ ഡയമെൻഷനിങ്ങിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെപ്പറേറ്റ് ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. ഏത്, ഇൻ്റർസെക്ഷൻ വരാൻ സാധ്യതയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഓരോ ഡയമെൻഷനിങ് ചെയ്തിട്ടുണ്ട്. 25 ആദ്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 40 പിന്നെ ചെയ്തിട്ടുണ്ട്, 50 പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത്, ഞാൻ അപ്പോൾ നേരത്തെ ഇൻ്റർസെക്ഷൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാ വെച്ചാൽ, ആദ്യം നമ്മൾ ഈ 25ൻ്റെ ഡയമെൻഷൻ്റെ സമയത്ത് 50 ചെയ്തു എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ 50 എന്ന് പറയുന്ന ഡയമെൻഷൻ ലൈനിൻ്റെ താഴെ കൂടി ആയിരിക്കും 25ഉം 40ഉം പോണത്. ഓക്കെ, അപ്പോൾ ആ 50ന് എന്ത് ചെയ്യും, ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഏത്, പ്രൊജക്ഷൻ ലൈൻ, 25ൻ്റെ പ്രൊജക്ഷൻ ലൈനും 40ൻ്റെ പ്രൊജക്ഷൻ ലൈനും. അതായത് ഈ പ്രൊജക്ഷൻ ലൈനും എന്തിനെ, ഈ ഡയമെൻഷനിങ് ലൈനിന് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്മോൾ ഡയമെൻഷനിങ് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ
വലിയ വലിയത് മുകളിൽ തുടർച്ചയായിട്ട് ചെയ്തു പോകാൻ. അപ്പോൾ പാരലൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയിൻ ഡയമെൻഷനിങ് എന്ന് പാരലൽ ഡയമെൻഷനിങ്ങുള്ള വ്യത്യാസം നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മൾ ആദ്യം എന്തായിരുന്നു, ഒരു താഴെയായിരുന്നു, ബോട്ടമിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താണ്, 25 ആദ്യം, അതിൻ്റെ താഴെ അതിന് പാരലായിട്ട് 40, അതിന് പാരലായിട്ട് എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻ, ഫിഗറിൻ്റെ ഹൊറിസോണ്ടൽ ലൈനിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ത് ഡയമെൻഷനിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് എന്നാണ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരത്തെ പറഞ്ഞ ടെർമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് 0യിൽ നിന്ന് 5 വരെ എന്ത് ചെയ്യാണ്, 0 ഒറിജിൻ ആക്കി എടുക്കുകയാണ്. 0 ഒറിജിൻ ആക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ്, 5 ഒരൊറ്റ ഹാരോയുടെ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, പിന്നെ 5 കഴിഞ്ഞിട്ട് 25 വരെ ആ ചെയിൻ ഡയമെൻഷനിങ് പോലെ തന്നെ വരച്ചിട്ട് ഓരോന്നും എന്ത് ചെയ്യണില്ല, നമ്മൾ സെപ്പറേറ്റ് 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണില്ല. ഒറിജിനിൽ നിന്ന് തുടങ്ങി അടുത്തത് വരെ എത്രയാണോ, അവിടെ നിന്ന് അടുത്തത് വരെ എത്രയാണോ 25. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷനിങ്ങിനെ അല്ലെങ്കിൽ ഡയമെൻഷനെ, അതായത് 25, 30, 5 എന്ന് പറഞ്ഞ ഡയമെൻഷനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ആ ആരോ ഹെഡിൻ്റെ അല്ലെങ്കിൽ ഡയമെൻഷനിങ് ലൈനിൻ്റെ പ്രൊജക്ഷൻ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്താം, ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. 70, 80, 55 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു പോവാം. കാരണം എന്താണ്, ഈ റണ്ണിങ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 5 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞത് 20 അപ്പോൾ 20 + 5 25, 25 + 5 30, 30 + 20 എന്താണ്, 30 + 25 എന്താണ്, 55. അങ്ങനെയാണ് പോണത്. മറ്റേത് ഓരോന്നായിരുന്നു. 5 ആയിരുന്നു, പിന്നെ കഴിഞ്ഞാൽ 20 ആയിരുന്നു, പിന്നെ അടുത്തത് 5 ആയിരുന്നു, ഇവിടെ 5 ആയിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ 30 കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെന്താണ്, ഒരു സ്റ്റാർട്ടിങ് നിന്ന് പിന്നെ അങ്ങനെ കൂട്ടി പോയിട്ടാണ് നമ്മൾ എന്താണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് ചെയ്യുന്നത്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കണ്ട ഒരുപോലെ ഇരിക്കും, പക്ഷേ എന്താണ്, നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് 0 മുതൽ 5 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 0 മുതൽ 20 ആണ്. ഇത് 5 മുതൽ 20 ആണ്, 5 to 20. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 25 നമ്മൾ എന്ത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇനി കമ്പൈൻഡ് ഡയമെൻഷനിങ് ആണ്. രണ്ടും കൂടി കമ്പൈൻഡ് ഡയമെൻഷൻ, ചെയിൻ ആൻഡ് പാരലൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. 5 മുതൽ 20 വരെ ഇവിടെ ചെയ്തു, 5 ചെയ്തു, പിന്നെ 20 ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും എന്താണ്, ചെയിൻ ഡയമെൻഷനിങ് ആണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് 25, 40, 50, പിന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 80 എന്ന് പറയുന്നതാണ്. അത് പാരലൽ ഡയമെൻഷനിങ് ആണ്. അതായത് ചെയിൻ ഡയമെൻഷനിങ്ങും നമ്മൾ പഠിച്ച പാരലൽ ഡയമെൻഷനിങ്ങും എന്ത് ചെയ്യുന്നതാണ്, കമ്പൈൻ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെയിനിനെയും അതുപോലെ തന്നെ സൂപ്പർ ഇമ്പോസിനെയും ഒരുമിച്ച്, അതായത് 5 മുതൽ 20-നെയും 25-നെയും 10-നെയും എന്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടലിനെ എന്ന് പറയുന്നത് 5 മുതൽ 5-നെ, അതുപോലെ 5ഉം 20ഉം 5ഉം 30-നെയും അതുപോലെ 25ഉം, നെക്സ്റ്റ് എത്രയാണ്, 55ഉം 15ഉം കൂടി എത്രയാണ്, 70 എന്നുള്ള രീതിയിൽ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്. ആ അടിയിൽ ഏറ്റവും ബോട്ടമിൽ കാണിക്കുന്നതിന് നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് റണ്ണിങ് ഡയമെൻഷനിങ്ങിനെയും ചെയിൻ ഡയമെൻഷനിങ്ങിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡയമെൻഷനിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷനുകൾ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഡയമെൻഷണൽ വാല്യൂസ് ഓൺ ഡയഗ്രാംസ്. അതായത് ഡയമെൻഷനും വാല്യൂസ് ഓൺ ഡയഗ്രാംസിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഡയമെൻഷനിങ് എങ്ങനെ ചെയ്യാം, അതായത് ഡയമെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ന്യൂമറിക്കൽ വാല്യൂസ് നമ്മളെങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ ടു ഡയമെൻഷൻ ലൈൻ, വാല്യൂ ഈസ് മിഡിൽ ആൻഡ് എബവ് ദ ഡയമെൻഷൻ ലൈൻ, വാല്യൂ ഡോണ്ട് ടച്ച് ഡയമെൻഷൻ ലൈൻ, റീഡബിൾ ഐദർ ഫ്രം ബോട്ടം ഓർ ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്. പാരലൽ ആയിരിക്കണം, ഡയമെൻഷൻ ലൈനിൻ്റെ ആയിരിക്കണം, ഡയമെൻഷൻ ലൈനുമ്പോൾ വാല്യൂസ് ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റീഡബിൾ, ഒന്നുകിൽ ബോട്ടത്തു നിന്നോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ എന്ത് ചെയ്യാൻ പറ്റണം, റീഡബിൾ ആയിരിക്കണം.
ഇതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഡയമെൻഷൻ ലൈനിങ് എന്ന് പറയുന്നത് ഡയമെൻഷൻ്റെ സെൻട്രലിലും അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് മുകളിലുമായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ബോട്ടത്തിൽ നിന്ന് വായിക്കാൻ പറ്റണം 40 അല്ലെങ്കിൽ 25 എന്നൊന്ന് അടിയിൽ നിന്ന് വായിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയണം. ഇവിടുന്ന് വായിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് 16 എന്ന് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് ഡയമെൻഷൻ ലൈനുമായിട്ട് എന്ത് ചെയ്യരുത് വാല്യൂസ് ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് മെത്തേഡ് 1 എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് 2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ മെത്തേഡിൽ നമ്മൾ എന്തിനാണ് ഡയമെൻഷൻ ഒബ്ലിക് ഡയമെൻഷൻ ലൈന്, അതായത് പിന്നെ നമ്മൾ പല ടൈപ്പിലുള്ള ലൈൻസിന്, അതായത് ഒരു സർക്കിളിൻ്റെ പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നു, പല ലൈനിനും അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഒബ്ലിക് രീതിയിൽ അടയാളപ്പെടുത്തിയതിനെയാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പല സൈഡിൽ നിന്നും നമുക്ക് നോക്കാൻ പറ്റുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വായിക്കാൻ പറ്റും, ബോട്ടത്തിൽ നിന്നും വായിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതും ഈ ഒന്നാമത്തെ മെത്തേഡിൽ വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സിലിണ്ടറിനെ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ മെത്തേഡ് 1 ചെയ്യുന്നത് എന്നാണ്. ഒരു സിലിണ്ടറിന് ആംഗുലാർ ഡയമെൻഷനിങ്ങിനെ നമ്മൾ എന്താണ് ഇതുപോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 30 2 ആരോ ഹെഡ് ഉണ്ടാവും. ഓരോ 30 ഡിഗ്രിക്ക് അക്രോസ് ഇടയിലായിട്ട് 2 ആരോ ഹെഡായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ് 2 ആണ്. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ലൈൻ. ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ലൈനിന് പാരലായിട്ടാവും നമ്മൾ എന്ത് ചെയ്യുക ഡയമെൻഷനിങ് ചെയ്യുക. ഷുഡ് നോട്ട് ബി ടച്ച് ഇൻ ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. റീഡബിൾ അറ്റ് ദ ബോട്ടം ഓഫ് ഡ്രോയിങ്. ഡ്രോയിങ്ങിൻ്റെ ബോട്ടത്തിൽ നിന്ന് മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. വാല്യൂസ് ഷുഡ് ബി നിയർ ആൻഡ് മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. വാല്യൂസ് എന്ന് പറയുന്നത് മിഡിലായിരിക്കും, അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈനിന് നിയറും ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫിഗറിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് കാണാൻ പറ്റും ഡയമെൻഷൻ ലൈനിങ്ങിൻ്റെ 30 40 നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് മുകളിലാണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 16 എന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈനിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. 25ഉം ഡയമെൻഷൻ ലൈനിൻ്റെ സെൻട്രലായിട്ട് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ, ബോട്ടത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റീഡബിൾ ഇൻ അറ്റ് ബോട്ടം ഓൺലി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെത്തേഡ് 2 ഓഫ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് സിസ്റ്റം എങ്ങനെയാണ് ആംഗുലർ ഡയമെൻഷനിങ്ങിൽ ചെയ്യണത് എന്നാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് 2 ആരോ ഹെഡിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 30 ഡിഗ്രി എഴുതുന്നത്. മറ്റേത് ആരോ ഹെഡിൻ്റെ മുകളിലായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് 2 ആരോ ഹെഡ് ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇത് രണ്ട് മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സിലിണ്ടർ ഡയമീറ്ററിൻ്റെ സിലിണ്ടർ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യാം, ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ നമ്മൾ എങ്ങനെയാണ് അത് കാണിക്കുന്നത് എന്ന് നോക്കാം. 5 എന്നുള്ള പോർഷനാണ് നമ്മൾ കാണിക്കുന്നത്. 5 എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക 5 എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡയമീറ്ററിനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഫിഗറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് 20 എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ 20 എന്ന് പറയുന്നത് നമ്മളാണ് ചെയിൻ ഡയമെൻഷനിങ് പോലെ പ്രൊജക്ഷൻ ലൈൻ വെച്ചിട്ട് 520 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളെന്താണ് ലാർജ് സൈസാണ്. ലാർജ് സൈസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഡയമെൻഷൻ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അതുപോലെ 510 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല പറ്റില്ല. അപ്പോൾ ആ ലിമിറ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയിൻ ഡയമെൻഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത്തെ ഫിഗറിൽ മൂന്നാമത്തെ ഫിഗറിൽ ചെയ്തു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം 20 എന്ന് പറയുന്നത് ഡയമെൻഷനിങ് ലൈന് അവിടെ 2 ആരോ ഹെഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലീഡർ ലൈൻ പോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് 520 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും ഫിഗർ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഒരു ആംഗിൾ എടുത്തിട്ട് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടോ നമുക്ക് എന്ത് എഴുതാം 5 എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയമെൻഷനിങ് 5 എന്ന് പറയുന്നത് എന്ത് ചെയ്യാം നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അവോയ്ഡിങ് സെക്കൻഡ് ആരോ, അതായത് രണ്ടാമത്തെ ആരോ വരയ്ക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കതിനെ കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഫിഗർ അല്ലെങ്കിൽ പാർഷ്യൽ സെക്ഷണൽ വ്യൂ നോക്കിയാൽ ഒരു സൈഡിലേക്കുള്ള വ്യൂവേ കാണിക്കുന്നുള്ളൂ. അതായത് ടോട്ടൽ 60 ആണ്, അതായത് പകുതിയെ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ 560 എന്നുള്ളത് ഈ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 560 എന്നാൽ മുകളിൽ മുതൽ അടി വരെയുള്ള സിലിണ്ടറിൻ്റെ എന്താണ് 5 ആണ് 60. പക്ഷെ അതിൽ ഒരൊറ്റ ആരോ ഹെഡേ കാണിക്കുന്നുള്ളൂ. മുകളിൽ
ടോപ്പിൽ മാത്രം. 40ൽ അടിയിൽ മാത്രം ആരോ ഹെഡ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് 520 എന്നുള്ളത് അടുത്ത ആരോ ഹെഡ്. അതായത് ഒറ്റ ആരോ ഹെഡ് വെച്ചിട്ട്, 2 ആരോ ഹെഡ് വെച്ചിട്ട് കാണിക്കുന്നതിന് പകരം ഒറ്റ ആരോ ഹെഡ് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ടറിക്കൽ സർഫസിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഡയമീറ്റർ ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ലാർജും ഉണ്ട്, സ്മാൾ സൈസും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. അപ്പോൾ വെരി ലാർജ് സൈസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ 5 = 15 എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷനിങ് ചെയ്യാം. അതുപോലെ സ്മാൾ സൈസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 2 സൈഡിൽ ആരോ ഹെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം 2 രീതിയിൽ ചെയ്യാം. ആ 2 രീതിയാണ് 10, 5, 10, 5, 10 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 15 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടും സെൻറ്റർ ലൈനെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടും നമുക്ക് 5 = 15 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ രീതിയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ നമ്മളെന്താണ്, വെരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോ പുറത്തോ നമുക്ക് ആരോ ഹെഡ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ലീഡർ ലൈൻ മാത്രം എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 = 5 എന്ന് എഴുതാം. ഓക്കെ. മീഡിയം സൈസ് ആണെങ്കിൽ നമുക്ക് 2 രീതിയിലും ചെയ്യാം. ഏത്, ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടും ഉള്ളിൽ എന്ത് ചെയ്തിട്ട് ഉള്ളിൽ നമുക്ക് ആരോ മാർക്ക് എടുത്തിട്ട് അതിനെ ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് കാണിച്ചിട്ടും 5 = എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. ഇതാണ് ഓരോ ടൈപ്പ് എന്ന് പറയുന്നത്. വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലും നമുക്ക് ആരോ ഹെഡുകളൊന്നും വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ലീഡർ ലൈൻ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, വരയ്ക്കാം. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ രീതിയിൽ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മീഡിയം സൈസിനെയും സ്മാൾ സൈസിനെയും ഒക്കെ എന്താണ് നമ്മൾ ഏകദേശം ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ റേഡിയസിൻ്റെ ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ആർക്കിൻ്റെ റേഡിയസ് എന്താണ്, നമ്മൾ ഓരോ ആർക്ക് ഓരോ ടൈപ്പ് ഓഫ് ആർക്കുകളുണ്ട്. ഇന്നർ ആർക്കുകൾ, ഔട്ടർ ആർക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ആർക്കുണ്ട്, അതുപോലെ ഇതുപോലുള്ള ആർക്കുണ്ട്. ആർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്കിൻ്റെ ഉള്ളിലൊരു റേഡിയസ് ഉണ്ടാവും. ഇത് ആർക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് ആയതുകൊണ്ട് പുറത്താണ് ആർക്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ആ ആർക്കിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടെ ആരോ ഹെഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, R20 എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ട്, അതായത് നമ്മൾ ഏകദേശം അതിൻ്റെ സെൻട്രൽ ലൈൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്ക് കാണിക്കുക. അതിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യാം, പുറത്ത് റെപ്രസെൻറ്റ് ചെയ്യാം, അതിനെ ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓരോ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റിങ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ ഏത് റെപ്രസെൻറ്റേഷൻ നമ്മൾ ആർക്കിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. അത് വെരി സ്മോൾ സൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരോ മാർക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനെ ജസ്റ്റ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു സർക്കിളിൻ്റെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ആർക്കും ചെയ്യുക. നമുക്ക് വെരി സ്മോൾ സൈസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിൽ ആരോ മാർക്ക് അല്ലെങ്കിൽ ആരോ ഹെഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ജസ്റ്റ് ലീഡർ ലൈൻ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കോഡ്സ് ആൻഡ് ആർക്കുകളുടെ ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും. കോഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനെ പ്രൊജക്ഷൻ ലൈൻ ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രൈറ്റ് ലൈന് നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ആർക്കിൻ്റെ ആക്ച്വൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ആർക്കിന് അതുപോലെ തന്നെ എങ്ങനെയാണോ ആർക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷനിങ് ലൈൻ വരച്ചിട്ട് ആ ആർക്ക് എത്രയാണ് 100. ആക്ച്വൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 105 പക്ഷേ കോഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, 100. അതും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആംഗിൾസ് എന്ന് പറയുന്നത്, ആംഗിളുകൾ എങ്ങനെയാണ്, 5 എന്ന് പറയുന്നത് എന്താണ്, ഔട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലിമിറ്റിന് പുറത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 5 എന്ന് പറയുന്ന ആംഗിൾ കാണിച്ചിട്ടുള്ളത്. 25 അതുപോലെ തന്നെയാണ്, കാരണം നമുക്ക് ഉള്ളിൽ സ്പേസിങ് കുറവായതുകൊണ്ട് ഔട്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 45 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 60 എന്ന് പറയുന്നതൊക്കെ എന്താണ്, നമ്മൾ ചെയിൻ ഡയമെൻഷനിങ്ങിൽ ഇന്നറിൽ ചെയ്യുകയാണ്, അതായത് ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണ്. ഈ ആർക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എന്തിനാ പ്രൊജക്ഷൻ ലൈൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ആ ആർക്ക് ഡയമെൻഷൻ ലൈൻ ആ ആർക്കിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആർക്കിൻ്റെ പുറത്തോ ആയിട്ട് തന്നെയും നമ്മൾ എന്ത് ചെയ്യുക. ഇതിൽ മാത്രമാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊജക്ഷൻ ലൈൻ ഉണ്ടെങ്കിൽ കാണിക്കുന്നത്. ബാക്കിയുള്ള ഈ ത്രികോണങ്ങളുടെ ഇതിൻ്റെയൊക്കെ വരുമ്പോൾ ആർക്കുകളൊക്കെ എന്താണ്, വെറും ഡയമെൻഷൻ ലൈനിങ് മാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആർക്കിൻ്റെ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്,
നമ്മുടെ ഡയമെൻഷനിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ഡയമെൻഷനിങ്ങിൻ്റെ എക്സസൈസുകളാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ കൈകാര്യം ചെയ്യാം. ഓക്കെ.